കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം വി.പി. സത്യൻ എന്ന ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസത്തിന്റെ പ്രതിഭ എണ്ണമറ്റ തവണ മിന്നിമാഞ്ഞ വേദി. മഴയിലും വെയിലിലും ഫുട്ബോൾ ആരാധകർ ഈ കളി കണ്ട് ആവേശം കൊണ്ട മൈതാനം. ഒരു പതിറ്റാണ്ടിനു ശേഷം മഴ സൈഡ് ബെഞ്ചിലേക്ക് മാറിയ സ്റ്റേഡിയത്തിൽ സത്യന്റെ സ്മരണ ഒരിക്കൽ കൂടി പന്തുതട്ടി. സത്യന്റെ ഭാര്യ അനിതയും സത്യന് വേണ്ടി ആർത്തു വിളിച്ച ആരാധകരും കേരളത്തിന്റെ പുതിയ ലഹരി CK വിനീതും സാക്ഷി. സത്യന്റെ വേഷത്തിൽ നടൻ ജയസൂര്യ, ഒപ്പം കളിക്കാൻ സത്യന്റെ കളി ഗാലറിയിൽ നിന്ന് പകർത്തിയെഴുതിയ മാധ്യമപ്രവർത്തകരും. ഇത് ഫിസിക്കലി കുറച്ചും കൂടി സ്ട്രെയിനുള്ള കഥാപാത്രമാണ്. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രജേഷ് വന്ന് ഇതിൻ്റെ കഥ പറയുമ്പോഴത്തേക്കും എനിക്ക് ഫുട്ബോളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ചെറുപ്പത്തിലൊന്നും കളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പ്രജേഷിൻ്റെ അടുത്ത് പറഞ്ഞ, പ്രജേഷ് ഈ കഥാപാത്രം പൂർണ്ണമാകണമെങ്കിൽ എനിക്കിപ്പോൾ അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങണമെന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ വേറെ പടങ്ങൾ കമ്മിറ്റ് ചെയ്യാതിരിക്കുക അതിന് മുമ്പ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 5 മാസം ഷൂട്ടിംഗ്, 2 മാസം 3 മാസം ഞാൻ ഇതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെച്ചു. തേവര കോളേജിലായിരുന്നു. അവിടെ ഡെയിലി രാവിലെ പോയി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. എന്ന് വെച്ച് മികച്ച കളിക്കാരനായോ ഒന്നെന്ന് വെച്ചാൽ ബോളുമായിട്ടൊന്ന് ഒരു ചെറിയ ബന്ധം വന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രാക്ടീസ് ചെയ്തത്. ജയസൂര്യയെ നായകനാക്കി പ്രജേഴ്സൺ സംവിധാനം ചെയ്യുന്ന ക്യാപ്റ്റന്റെ പ്രചരണാർത്ഥമായിരുന്നു മത്സരം. ഒരിക്കലും ഫുട്ബോളിനെ കുറിച്ച് ഒരുപാട് പറയാൻ ഞാൻ ആളെയല്ല. അതിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിന്റെ വി.പി. സത്യനൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരാണ് അത് പറയേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരു കാര്യം എനിക്കറിയാം, ഈ 1.5 മണിക്കൂർ ഇവര് നിന്ന് കളിക്കുന്നത്, ഇതിനു മുമ്പ് എത്രയോ മണിക്കൂറുകൾ നിന്ന് വിയർത്തിട്ടായിരിക്കും ഇതിന്റെ മുന്നിൽ വന്നിട്ടുള്ളത്. ആ സ്ട്രെയിനും പെയിനും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഗവൺമെന്റ് ഈ CK പറഞ്ഞ് നമ്മൾ ചുമ്മാ കുറ്റം പറയാന്നുള്ളത് കവിഞ്ഞത് ഇവരുടെ കളി. ഞാൻ വിനീതിനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പാവത്തിന്റെ കയ്യും കാലൊക്കെ കാണണം. അവിടെ ഇവിടെ ഇനി ഒഴിവരാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ചിത്രത്തിൽ അനിതയായി എത്തുന്നത് അനുസിതാരയാണ്. സത്യന്റെ ഫുട്ബോൾ ജീവിതവും വ്യക്തിജീവിതവും ഒരുപോലെ മിന്നിമായുന്ന ചിത്രത്തെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തു നിൽക്കുന്നത്. മരണത്തിന്റെ ചുവപ്പുകാട് ആത്മഹത്യയുടെ രൂപത്തിൽ സത്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയെന്ന രഹസ്യം ക്യാപ്റ്റനിലൂടെ അവസാനിക്കുമെന്നാണ് കളിപ്രേമികൾ കരുതുന്നത്.